കേരള സർക്കാരിന്റെ കർഷക അവഗണനയ്ക്കെതിരെയും കാലാവസ്ഥാ വ്യതിയാനത്തിലും മറ്റും കേരളത്തിലെ കാർഷിക മേഖലയുടെ തകർച്ച പരിഹരിക്കുന്നതിനായി നടപ്പിലാക്കുന്ന കേര പദ്ധതിക്ക് വേണ്ടി ലോകബാങ്ക് അനുവദിച്ച 2635 കോടി രൂപയിൽ ആദ്യഗഡുവായി കേരള ഗവൺമെന്റിന് ലഭിച്ച 139.65 കോടി രൂപ സർക്കാർ വക മാറ്റി ചെലവഴിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും പ്രകൃതിക്ഷോഭത്താൽ കൃഷിനാശം വന്ന കർഷകർക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക നൽകാത്തതിനെതിരെയും കർഷക കോൺഗ്രസ് കൃഷിഭവനുകളുടെ മുൻപിൽ മെയ് 12 മുതൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായാണ് ഉളിക്കൽ കൃഷിഭവന് മുൻപിൽ കർഷക കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും വനംവകുപ്പും നൽകേണ്ടതായ നഷ്ടപരിഹാര തുക 24 ലക്ഷം രൂപ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് മുൻകാല പ്രാബല്യത്തോടെ നൽകുക, KCC കാർഷിക വായ്പ പലിശരഹിത വായ്പയായി അനുവദിക്കുക, കേന്ദ്ര ഗവൺമെന്റ് പലിശ സബ്സിഡിയും സംസ്ഥാന ഗവൺമെന്റ് പലിശ സബ്സിഡിയും യഥാസമയം നൽകുക, നെല്ലിന്റെ സംഭരണ വില 40 രൂപയാക്കുകയും കിഴിവ് ഒഴിവാക്കുകയും ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു സമരം. വകമാറ്റിയ തുകയിൽ 50 ലക്ഷം രൂപ കേര പദ്ധതിയിലേക്ക് നൽകാൻ സർക്കാർ എടുത്ത തീരുമാനം കർഷക കോൺഗ്രസ് സമരത്തിന്റെ വിജയമാണെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല പറഞ്ഞു. DCC സെക്രട്ടറി ബേബി തോലാനി ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ തെക്കേപ്പറമ്പിൽ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് AJ ജോസഫ്, മണ്ഡലം പ്രസിഡന്റുമാരായ ടോമി മുക്കനോലി, കുര്യാക്കോസ് മണപ്പാട്ട്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി TO മാത്യു, ജില്ലാ ഭാരവാഹികളായ ജോൺ പതാപ്പറമ്പിൽ, അഗസ്റ്റിൻ വേങ്ങക്കുന്നേൽ, സണ്ണി കുന്നത്തേട്ട്, മാത്യു മറ്റത്തിനാനി, ബെന്നി തൈപ്പറമ്പിൽ, ജോസ് പുഷ്പക്കുന്നേൽ, പുഷ്പ വെള്ളാപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് കേരളത്തിലെ എല്ലാ കൃഷിഭവനുകൾക്ക് മുമ്പിലും ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ നാടിന്റെ നട്ടെല്ലായി ഒരു രാജ്യത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് നമ്മുടെ കർഷകരെന്ന് പറയുന്നത്. കർഷകരാണ് ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ആ കർഷകർ അനുഭവിക്കുന്ന പീഡന കഥകളാണ് ഇപ്പോൾ നാം കേട്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ കർഷകര് നിരവധിയായ പ്രശ്നങ്ങളാൽ ജീവിക്കാൻ വയ്യാത്ത വിധത്തിൽ ആത്മഹത്യാപരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ കുടിയേറ്റ കാലം തൊട്ട് ഒരുപാട് ഈ മലമ്പ്രദേശങ്ങളെ ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള സ്വപ്നഭൂമിയാക്കി മാറ്റി ഈ നാടിന്റെ വികസനത്തിന് വലിയ മുൻകൈയെടുത്ത കർഷകരായ ആളുകൾ ഇന്ന് വളരെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമായിരിക്കുകയാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.